നമസ്കാരം, ഇറ്റ്ഫോക്ക് ആരവത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇറ്റ്ഫോക്ക് 2025 മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇറ്റ്ഫോക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. എന്താണ് ഇറ്റ്ഫോക്കിൻ്റെ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? ഈ പ്രാവശ്യം ഞാൻ തുടക്കം മുതൽ ഇവിടെ ഉണ്ട്. അപ്പോൾ സാധാരണ ഇറ്റ്ഫോക്കിനെ കാണുന്ന ഒരാൾക്കൂട്ടോ അതിൻ്റെ ഒരു അത്രയൊന്നും ബാഹുല്യമില്ല. കാരണം പറഞ്ഞിരുന്നല്ലോ, ബഡ്ജറ്റ് പരമായിട്ടുള്ള സാമ്പത്തികമായ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട്. എന്നാലും വളരെ സന്തോഷമാണ് ഇറ്റ്ഫോക്ക് മുടക്കമില്ലാതെ പോകുന്നു എന്നുള്ള അറിയുന്നത്. സന്തോഷം. ഓക്കെ. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ നാടകങ്ങൾ എന്ന് പറയുന്നത് പണ്ടത്തേക്കാൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണല്ലോ നാടക പ്രദർശനങ്ങൾ. ഇപ്പോൾ നമ്മൾ പൂരങ്ങൾക്കായാലും മറ്റുള്ള ഫെസ്റ്റിവൽസിനൊക്കെ നാടകങ്ങൾ ഭയങ്കരമായിട്ട് ഡെയിലി നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം മാറി ഇപ്പോൾ നാടകങ്ങളുടെ പ്രദർശനം വളരെയധികം കുറഞ്ഞു വരികയാണ്. അതെങ്ങനെയാണ് ഈ നാടക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്? അത് ബാധിക്കുന്നുണ്ട്. കാരണം അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അന്നത്തെ കുറച്ച് കാലം മുമ്പേ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അത് രണ്ട് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ, സിനിമ, നാടകം, ഈവൻ ടെലിവിഷൻ പോലും ഉണ്ടായിരുന്നു. പിന്നെ റേഡിയോ ആണ് ഉണ്ടായിരുന്നത്. കാലം മാറി പുരോഗതി വന്നപ്പോൾ പിന്നെ ടെലിവിഷൻ വന്നു. അപ്പോൾ അങ്ങോട്ട് പോയി കുറച്ച് പേര്. പിന്നെ സിനിമകൾ തന്നെ ഇപ്പോൾ സിനിമയുടെ പ്രദർശനവും അതിൻ്റെ സാങ്കേതികത്വമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ, പണ്ടൊരു 3 ഷോ ഉണ്ടായിരുന്നല്ല, ഇപ്പോൾ 12 മണിക്ക് സിനിമ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൗകര്യമുള്ള സമയത്ത് പോയിട്ട് സിനിമ കാണാവുന്ന ഒരു അവസ്ഥ വന്നു. നാടകത്തിൻ്റെ ഇതിൽ വന്നൊരു സാങ്കേതികത്വത്തിൻ്റെ വന്നതാണ്. പക്ഷേ നാടകം അങ്ങനെ പോപ്പുലർ ആയിരുന്ന ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ വന്നൊരു സംഭവം. പക്ഷേ ഞാൻ പലപ്പോഴും വിദേശത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും അധികം അവിടെ പോപ്പുലറായിട്ട് നമുക്ക് നിൽക്കുന്ന നാടകമാണ്. അപ്പോൾ ഇതൊരു ഇപ്പം ഉണ്ടാകുന്നൊരു ഫേസ് ആണെന്നാലും നാടകം ഒരിക്കലും തീരെ പോകുന്നില്ല. പക്ഷേ നമുക്ക് വലിയൊരു സംഭവം കിട്ടിയിട്ട് ഇപ്പോൾ ഇതേപോലെ ഇറ്റ്ഫോക്ക് പോലത്തെ ഒരു ഇതാണ്. സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള എല്ലാ സിനിമയും നമ്മുടെ വീട്ടിലിരുന്നാൽ കാണാം, അല്ലെങ്കിൽ നമുക്കത് സംഘടിപ്പിച്ച് കാണാം. സാങ്കേതികത്വം അങ്ങനെ അത്രത്തോളം വളർന്നിട്ടുണ്ട്. പക്ഷേ നാടകത്തിന് ജീവനുള്ള മനുഷ്യർ അവരുടെ സ്ഥലത്തു നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് വന്ന് നമ്മുടെ മുന്നിൽ നാടകം കളിക്കണം. അത്ര ജൈവികമായൊരു കലാപ്രവർത്തനമാണ് നാടകം. അപ്പോൾ നാടകത്തിന് എപ്പോഴും പ്രസക്തിയുണ്ട്. സംഗതി ശരിയാണ്, ഇപ്പോൾ നാടകത്തിൻ്റെ പ്രദർശനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കാലക്രമത്തിൽ അത് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ നാടകരംഗത്തേക്ക് പുതുതലമുറ കടന്നു വരുന്നതിനെ പറ്റി എങ്ങനെയാണ് അവരുടെ ഒരു താല്പര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? പുതുതലമുറ താല്പര്യം രണ്ട് തരത്തിലാണ്. നമ്മളൊരു നാടകം ജീവിതമാർഗമാക്കി അത്തരം നമുക്ക് ഇപ്പം അത്ര ഒരു സാമൂഹ്യ അവസ്ഥയല്ല കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പോൾ നാടകം പഠിച്ചുകൊണ്ട് നാടകം മാത്രം കളിച്ചിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഡ്രാമ സ്കൂളിലൊക്കെ നോക്കുമ്പോൾ കാണാം, പണ്ടൊക്കെ ഡ്രാമ സ്കൂളിലെ സീറ്റുകളൊക്കെ വേക്കൻ്റായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഡ്രാമ സ്കൂളൊക്കെ ഫുള്ളാണ്, അഡ്മിഷൻ കിട്ടാത്ത പലരും പോകുന്നുണ്ട്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യതകൾ കുറേ ഉണ്ട്. നാടകരംഗത്ത് അല്ലെങ്കിൽ നാടകം പഠിച്ചാൽ ഇങ്ങനെ അങ്ങനത്തെ ഒരു ആർട്ട് പഠിക്കുന്നതിനെ കൊണ്ടുള്ളൊരു സാധ്യത ഒരുപാട് കൂടുതലുണ്ട്. ഈ നാടകത്തിനും മറ്റേപോലെ പോപ്പുലറാവുന്ന ഒരു സമയം വരും. അത്തരത്തിനൊരു മുന്നോടിയായിട്ടാണ് ഇറ്റ്ഫോക്കൊക്കെ ഞാൻ കാണുന്നത്. പേഴ്സണലി എനിക്ക് നമ്മുടെ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലും നാടകത്തെ സ്നേഹിക്കുന്ന യുവതലമുറ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ നാടകം കഴിഞ്ഞ് ആളുകൾ വരുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. നാടകം കണ്ടില്ലേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ട്. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലേ? നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരാറുണ്ടോ സാധാരണ? വരാറുണ്ട്. അത് ഈ ശരിക്കും വിമൻ ബോഡി ഉണ്ടല്ലോ, അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ആക്ച്വൽ ക്യാരക്ടറിനെ പിക്ചറൈസ് ചെയ്യുന്നതാണ്. അവരെങ്ങനെയാണ് ദേ വാനിഷ്ഡ് ആഫ്റ്റർ ലോട്ട് ഓഫ് after enacting so many roles, of very with womanish flair. അതിനുശേഷം അവരെവിടെ പോകുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിടെ പോയി അവരൊക്കെ? അപ്പോൾ അവർ റീക്രിയേറ്റ് ചെയ്യുന്നതാണത്. അങ്ങനെ ഒരു കുറച്ച് ബ്ലേഡാണ്. ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ഇൻകോംപ്രിഹെൻസിബിൾ, ബട്ട് യു ഹാവ് ടു ഫോളോ ഇറ്റ്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നാടകം? ഇഷ്ടപ്പെട്ടോ നാടകം? ആ വിഷയം എത്രത്തോളം ഇന്നത്തെ കാലത്ത് പ്രാധാന്യം നിലനിൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്? അത് ഇപ്പോഴും പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു തിയേറ്റർ പെർഫോമറാണ്. ഞാൻ 2016 മുതലാണ് തിയേറ്ററിലേക്ക് വരുന്നത്. 2017 സംഗീത നാടക അക്കാദമി തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ്, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് ഗ്രൂപ്പിന്. അപ്പോൾ അത് ഫോം ചെയ്യുന്നു, ട്രാൻസ് തിയേറ്റർ ഗ്രൂപ്പ്. അതിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ് ഇനോഗ്രൽ ചെയ്തത്. 2017 ഇറ്റ്ഫോക്കിലായിരുന്നു ഇനോഗ്രൽ ഡ്രാമ പറയാൻ മറന്ന കഥകൾ. അപ്പം നമ്മൾ പിന്നെ രജിസ്ട്രേഷനൊക്കെ ചെയ്തു. തിയേറ്റർ ഗ്രൂപ്പ് മഴവിൽ ധ്വനി എന്നാണ് തിയേറ്റർ ഗ്രൂപ്പിൻ്റെ പേര്. ഞാൻ അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്, ഫൗണ്ടർ മെമ്പറും കൂടിയാണ്. ദെൻ 2019 ഞാൻ ഇറ്റ്ഫോക്കിൻ്റെ അസിസ്റ്റൻറ്റ് സ്റ്റേജ് മാനേജറായിട്ട് വർക്ക് ചെയ്തു ഇവിടെ. പിന്നെ നമ്മൾ സെക്കൻഡ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, പുരാണങ്ങൾ പുനർജനിക്കുമ്പോൾ. അത് സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു പ്രസൻറ്റേഷൻ.
പിന്നെ നമ്മുടെ പറയാൻ മറന്ന കഥകൾ നാടകം 43 സ്റ്റേജസ് പോയി. സെറൻഡിപ്പിറ്റി ഫെസ്റ്റിവൽ, ഷിമോഗ തിയേറ്റർ ഫെസ്റ്റിവൽ, ബാംഗ്ലൂർ തിയേറ്റർ ഫെസ്റ്റിവൽ, സൂര്യ, ഒത്തിരി ഫെസ്റ്റിവൽസിൽ പോയി. പിന്നെ ഇപ്പോൾ നടന്ന സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൽ ഫാക്കൽറ്റി മെമ്പറായിരുന്നു. അപ്പോൾ തിയേറ്റർ എപ്പോഴും കൂടെയുണ്ട്. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിപ്പെട്ടവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇറ്റ്ഫോക്ക് എപ്പോഴും ഒരു കൾച്ചർ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണല്ലോ. പിന്നെ നമുക്ക് ഓരോ വർഷവും ഇറ്റ്ഫോക്കിന് പ്രത്യേകമായിട്ടുള്ളൊരു തീമുണ്ട്. ഇപ്രാവശ്യം റെസിസ്റ്റൻസ് ആണ്, പ്രതിരോധമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കല കൊണ്ട് ഒരു പ്രതിരോധം തീർക്കുന്ന ആളുകളാണ്. നമ്മളതിന് തന്നെയാണ് മാക്സിമം ശ്രമിക്കേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ കലയിലൂടെ തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കണം. നമ്മൾ സ്വയം പ്രതിരോധം ചെയ്യാൻ പഠിക്കണം. വ്യത്യസ്തമായിട്ടുള്ള കൾച്ചേഴ്സും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സീരീസൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണല്ലോ അതിൻ്റെ ഡെവലപ്പ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഏരിയയും കൂടി അങ്ങനെയാണ്. പിന്നെ മനുഷ്യർ തമ്മിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെടുന്ന ഇടം കൂടിയാണ് ഇറ്റ്ഫോക്ക്. അതുകൊണ്ട് വളരെ സന്തോഷം ഈ ഇറ്റ്ഫോക്കിൽ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. എവിടുന്ന വരുന്ന സ്ഥലം? ഞാൻ കൊച്ചിയാണ്, ബട്ട് ബേസിക്കലി ഐ എം തൃശ്ശൂർ. എൻ്റെ പേര് ശീതൽ ശ്യാം. ഓക്കെ, ഇത്തവണത്തെ ഇറ്റ്ഫോക്ക് എത്രത്തോളം ഈ പറഞ്ഞ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു? ഐ തിങ്ക് ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൂ. ഇന്ന് മോർണിംഗ് ചെയ്ത ഡ്രാമ പ്രോജക്റ്റ് ഡാർലിംഗ്, അത് ബാംഗ്ലൂർ എന്നുള്ള തിയേറ്ററാണ്. സോ കന്നഡ ആൻഡ് ഇംഗ്ലീഷ് മിക്സ്ഡ് ആണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ 2005 മുതൽ ബാംഗ്ലൂരിലെ ഫ്രണ്ടാണ്. അപ്പം ശോഭ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ഇന്ന് കാണാൻ. പിന്നെ ഞാനൊരു തിയേറ്ററിൻ്റെ വർക്കിലാണ്. അപ്പം അതിൻ്റെ ഡിസ്കഷനും കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായി പ്രദർശനത്തിനായിട്ട് ഒരുങ്ങിയിട്ടുള്ള അബൊറിജിനൽ ക്രൈ എന്ന് പറയുന്ന നാടകത്തിൻ്റെ ടിക്കറ്റ് എടുക്കാനായി നിൽക്കുന്ന ഒരു ക്യൂ ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിത് രാവിലെ 11 മണിക്ക് ഇതിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. ദെൻ അടുത്തൊരു ഷോയാണ് 5:30 നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻസ് ചോദിച്ച് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഷോയാണ് ഈ ഒരു നാടകത്തിൻ്റെ അബൊറിജിനൽ ക്രൈ. അപ്പോൾ ഇത് എന്താണ് എക്സ്പെക്റ്റേഷൻ ഈ ഒരു നാടകം കാണാനായിട്ട്? മണിപ്പൂരി തിയേറ്റർ ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രൊഡക്ഷനും ഒരു ഇൻ്റർണലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. ചിലപ്പോൾ ഫിസിക്കൽ ഡ്രാമ ആയിരിക്കും, നോൺ വെർബൽ ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡയലോഗ് വിത്തൗട്ട് ഡയലോഗ് ആയിരിക്കും. അപ്പം ബോഡി മൂവ്മെൻറ്റ്സും ആക്ടേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസും അവരുടെ ക്രിയേറ്റീവ് നല്ല നിലയിൽ അവരുടെ ബോഡി വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലാണ് മിക്കവാറും മണിപ്പൂരി വരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ മൊത്തം നാടകങ്ങൾ റെസിസ്റ്റൻസും അങ്ങനെയുള്ള കൾച്ചറൽ ഇതുണ്ടല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ അവർ നേരത്തെ മുന്നിലെ മണിപ്പൂരി പല നാടക ഗ്രൂപ്പുകളും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു സിനോപ്സിസ് വായിച്ചപ്പം ഒരു നല്ല രീതിയിൽ അവർ ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി കണ്ടു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. പലരും കണ്ടവരടുത്ത് ചോദിച്ചില്ല, പലരും നേരത്തെ മിസ് ചെയ്ത പ്ലേ ആയിരുന്നു. ഒന്ന് ഇത് കണ്ടാലേ അറിയാൻ പറ്റും. ഷോ കണ്ടിരുന്നോ? കണ്ടില്ല. വേറെ നാടകം ഏതെങ്കിലും? ഞാൻ ഇന്ന് ഫസ്റ്റ് ആദ്യത്തെ ഇത്. ഓക്കെ, നമുക്ക് വേറൊരാളോടും കൂടി ചോദിച്ചു നോക്കാം. ചേട്ടാ എവിടുന്ന വരുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. എന്താണ് പേര്? എൻ്റെ പേര് സുനിൽ എന്നാണ്. ഇറ്റ്ഫോക്കിന് വരാറുണ്ടോ? സാധാരണ വരാറുണ്ട്, പക്ഷേ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ ആദ്യത്തെ പ്ലേ കാണാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ വിജിലൻസിൽ വർക്ക് ചെയ്യുന്നൊരു പോലീസുകാരൻ കൂടിയാണ്. അതിനോടൊപ്പം തന്നെ നാടകത്തെ എങ്ങനെ കാണണം എന്നൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന അബൊറിജിനൽ ക്രൈ എന്ന നാടകത്തിൻ്റെ പേര്. അപ്പോൾ മണിപ്പൂരിൽ നിന്നുള്ള നാടകമാണ്. അപ്പോൾ എന്താണ് എക്സ്പെക്റ്റേഷൻ നാടകത്തെ പറ്റി? നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. മറ്റുള്ള ആൾക്കാരോടൊന്നും ചോദിച്ചില്ല, എൻ്റെ റിവ്യൂ ഒന്നും കണ്ടില്ല. എന്തായാലും കാണുക, മനസ്സിലാക്കുക ഉദ്ദേശത്തോടെ തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നീണ്ട ക്യൂ തന്നെയാണ് ഇവിടെ ഉള്ളത് അടുത്ത നാടകം കാണാനായിട്ട്. അപ്പോൾ എന്തായാലും അവരെല്ലാവരും നാടകം കണ്ട് കഴിഞ്ഞ് നമുക്ക് അവരുടെ വിശേഷം അറിയാം. ആക്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിംഗ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോലെയുള്ള ഒരു സ്കില്ലാണ്. ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ മീഡിയം ആക്ടിങ് അരങ്ങിൽ നിൽക്കുമ്പോൾ നടൻ ഉണ്ടാക്കുന്നൊരു പ്രോസസ്സുണ്ട്. അവൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഓഡിയനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കുന്നൊരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സ് സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഒരു ഇമോഷനുള്ള ചലിക്കുന്ന ഒരു മെറ്റീരിയൽ മാത്രമാണ് അവർ അല്ലെങ്കിൽ സംവിധായകൻ കണ്ടെടുക്കുന്നത്. അല്ലെങ്കിൽ സംവിധായകൻ ആംഗിളിൽ കാണുന്ന ചലിക്കുന്ന ഇമോഷനുള്ള ഒരു മെറ്റീരിയൽ മാത്രമാണ് സിനിമയ്ക്ക്. അത്രയും മതി നടൻ. ഒരിക്കലും നടനില്ലാത്ത
ഒരു പ്രോസസ്സിൻ്റെ ഭാഗമല്ലാത്ത ഒരാളിനെ ഏറ്റവും മികച്ച നടനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നാടകമാണ്. ഞാൻ സിനിമയ്ക്ക് പോകുന്നത് കേവലം 30,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ മദർ എനിക്ക് പറ്റില്ല. എനിക്കൊന്നൊരു സിനിമ സെറ്റ് പോയി നിൽക്കാൻ പറ്റുന്ന ഫിസിക്കൽ ലാംഗ്വേജ് ഇല്ല. ഞാൻ പ്രവോക്കഡാവും. നിങ്ങൾ ഇയാളോട് ചോദിച്ചോക്ക്, ഇയാളുടെ റിഹേഴ്സൽ സ്പേസിൽ ഞാൻ കംഫർട്ടാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയൂ, ഐ ആം തിയേറ്റർ ആക്ടർ. ഞാൻ നല്ല ഒരു നാടക നടനാണ് അവിടെ തീരുമാനിക്കുന്നത് ഞാൻ. പിന്നെ ജീവിക്കാൻ വേണ്ടി വിളിച്ച് പോകുന്നതാ, കോംപ്രമൈസ് ചെയ്ത് പോകുന്നതാ. നിങ്ങളാലോചിക്കുന്ന ഒരു കാര്യം, ഞാൻ പറയണത് പ്രവാചക സ്വഭാവത്തിൽ പറയുന്നതല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിൽ ഫയദോർ ഡെസ്റ്റോവ്സ്കിയുടെ ബ്രദേഴ്സ് ഓഫ് കാരമസോവിൽ ആ കുട്ടി അച്ഛനോട് പറയുന്നുണ്ട്, എന്തിനാണ് അച്ഛാ ആ കുതിരയെ വീണ്ടും 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 തല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആ മുതുകുണ്ടല്ലോ, എൻ്റെ മുതുക് കാണിച്ചു തരാൻ ഞാൻ. പിന്നെ അഭിനയം എന്ന് പറയുന്നത് ചങ്കൂറ്റമാണ്, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. പിന്നെ എല്ലാവരും അഭിനയിക്കുന്ന കാലമാണ്, മൊബൈൽ കയ്യിൽ വെച്ച് അതൊക്കെയും അഭിനയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ കസേരയുടെ മുകളിൽ അപ്പുറം ഇപ്പുറം ഇരിക്കേണ്ടി വരും. ഇത് വെച്ച് ഈ ഫോൺ ഉപയോഗിച്ച് ഗംഭീരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ, നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെയും ഇപ്പോൾ അഭിനയത്തിൻ്റെയൊക്കെ കാറ്റഗറിയിൽ വരുന്ന സംഗതികൾ തന്നെയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. സിനിമയും നാടകം തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കുറച്ചും കൂടി അത് എനിക്ക് മനസ്സിലായത് വിശദമാക്കാം. നമ്മൾ കാവാലം സ്കൂളിൽ കാവാലത്തിൻ്റെ നാടകങ്ങളിൽ നമ്മൾ അഭിനയിക്കുന്ന നടന്മാരുണ്ട്. മറിച്ച് അതേ സമയത്ത് തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത ജോസ് ചെറുമൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ. ജോസ് ചെറുമൻ്റെ നാടകങ്ങളിൽ ജോസ് ചെറുമൻ്റെ പലതരത്തിലുള്ള നാടകങ്ങൾ, ചിലപ്പോൾ അത് ഭോമയാവാം, ചിലപ്പോൾ അത് മുദ്രാരാക്ഷസാവാം, അങ്ങനെയുള്ള നാടകങ്ങൾ അഭിനയിക്കുന്ന ഈ രണ്ട് നാടക സ്കൂളുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അഭിനയത്തിൽ. ആ ജോസന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന മാതിരി ആയിരിക്കില്ല ചിലപ്പോൾ ഒരാൾ കോർട്ട് മാർഷൽ എന്ന് പറഞ്ഞ വലിയ നാടകത്തിൽ, ഞാൻ കണ്ട നാടകം, ആ നാടകത്തിൽ അഭിനയിക്കുന്നത്. അത് ചിലപ്പോൾ അതൊരു റിയലിസ്റ്റിക് പദ്ധതി ആയിരിക്കാം. അതുമാതിരി ആയിരിക്കില്ല ഇവിടെ ഇരിക്കുന്ന പ്രേംപ്രസാദിൻ്റെ KV ഗണേഷിൻ്റെ നാടകത്തിൽ ഒരാൾക്ക് അഭിനയിക്കേണ്ടി വരുന്നത്, ഒരു സ്ട്രീറ്റ് തിയേറ്ററിൽ പോയിട്ട് പെർഫോം ചെയ്യേണ്ടി വരുന്നത് അതുമാതിരി ആയിരിക്കില്ല. അപ്പോൾ നാടകത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള അഭിനയ പദ്ധതികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇനിയും രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി അത് സിനിമയെക്കുറിച്ചും കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോഷി എന്ന് പറഞ്ഞ കമേഴ്ഷ്യൽ ഹിറ്റ് അടിച്ചിട്ടുള്ള സംവിധായകൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന പോലെ ആയിരിക്കില്ല അതേപോലെ ഹിറ്റടിക്കുന്ന ഷാജി കൈലാസിൻ്റെ പടത്തിൽ നിങ്ങൾ അഭിനയിക്കേണ്ടി വരുന്നത്. അതുപോലെ ആവില്ല നിങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിൽ അഭിനയിക്കേണ്ടി വരുന്നത്. ഈ അഭിനയ പദ്ധതി ഈ പെരുമാറ്റത്തിലും ഈ അഭിനയത്തിലും വളരെ വ്യത്യാസം ഉണ്ട്. അത് അങ്ങനെ അഭിനയിക്കുന്ന ഒരാൾക്ക് പഴയ സിദ്ദിഖ് ലാലിൻ്റെ പടങ്ങളിൽ, തമാശ പടങ്ങളിൽ അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കുന്നത് അതൊരു വകതിരിവാണ്. അതൊരു എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, എവിടെയാണ്, അത് മീഡിയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അത് ശീലഗുണത്തിൻ്റെയും അയാളത് ആ സെൻസിൽ മനസ്സിലാക്കുന്നതിന്, ബാക്കി ഈ പറഞ്ഞ പോലെ തന്നെ ഇമോഷൻ എന്ന് പറയുന്നത് എല്ലാവരും ഇമോഷൻ പിടിച്ചിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അല്ലാണ്ട് ഏതൊരു നടനും ഇമോഷൻസ് ഇല്ലാതെ അഭിനയിക്കാനൊന്നും സാധ്യമല്ല. അത് വളരെ കൃത്യമായിട്ടുള്ള ഇൻറ്റൻസീവായിട്ടുള്ള ഇമോഷൻ അയാളിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കുകയും അയാൾ അതിനനുസരിച്ച് അത് റിലീസാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ ശാസ്ത്രീയ പരിശീലനം വിവിധ തരത്തിലുള്ള തിയേറ്റർ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള സിനിമയിൽ തന്നെ വിവിധ തരത്തിലുള്ള സ്കൂളുകളിൽ പോയിട്ട് അഭിനയിക്കാൻ സഹായകമാവാറുണ്ട്. അതാണ് എനിക്ക് ജ്യോതിഷ് പറഞ്ഞ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. പക്ഷേ നമ്മൾ നാടകക്കാരായതുകൊണ്ട് സ്വതമേ ഒരു രണ്ടാമത്തെ വായനയിൽ നമ്മൾ ഇത് മനഃപ്പാടമാക്കും. അത് നമ്മൾ പഠിച്ചു വന്ന ഒരു രീതിയാണ്. പക്ഷെ മനഃപ്പാടമാക്കിയെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കാണിക്കാറില്ലായിരുന്നു. കാണിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ആ കഥാപാത്രം അങ്ങനെയാണോ സംസാരിക്കേണ്ടത്, ഒരു ഡയറക്ടർ എന്താണ് അവിടെ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ചിന്ത എന്താണെന്ന് ഒരു ആക്ടർക്ക് അറിയില്ലല്ലോ. അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത് അത് അത്രയും ഹാർഷായിട്ടുണ്ട്, അത് സോഫ്റ്റാണ്, അത് അണ്ടർ പ്ലേ ആണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ച രീതിയിൽ നമുക്കവിടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലത് ഹൃദ്യസ്ഥമാക്കുമെങ്കിലും അവിടെ നമ്മളെ കളത്തര കാണിക്കുന്നു. എല്ലാം ഒരു പ്ലേ ആണ്.
നാടകത്തിലായാലും സിനിമയിലായാലും ഡബിൾ പ്ലേ നമ്മൾ ചെയ്യണം. നമ്മൾ വ്യക്തി എന്നുള്ള നിലയിലുള്ള പ്ലേ നമ്മൾ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നതിനനുസരിച്ച് ക്യാമറയ്ക്ക് അനുസരിച്ചിട്ട് ഇത്രമാത്രം വികാരം മതി എന്ന് പറയുമ്പോൾ അത്രമാത്രം മതി വികാരം, ആ സീനിൽ അത്രമാത്രം മതിയായിരിക്കും. പക്ഷെ നാടകത്തിൽ അങ്ങനെയല്ലല്ലോ. നാടകത്തിൽ നമുക്ക് അത് ആദ്യം മുതൽ അതങ്ങനെ ഗ്രാജുവലായിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ആ സുഖമൊന്നും ഒരു സിനിമയുടെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കിട്ടാറില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരും സിനിമ കണ്ടു കഴിഞ്ഞത് അവസാനം പ്രേക്ഷകനിൽ എത്തുമ്പോഴാണ് ആ റിസൾട്ട്. അത് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ചെയ്തതിൻ്റെ ഒരു നടനോ നടിയോ എന്നുള്ള നിലയ്ക്കുള്ള റിസൾട്ട് കിട്ടുന്നത്. മറ്റതങ്ങനെയല്ല, നമ്മൾ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അന്നേരം കിട്ടുന്ന ആ ഒരു വികാരം എന്ന് പറയുന്നത് അത് ഒരു ദൈവീകമായ ഒരു അനുഭവമാണ്. ആ അനുഭവം ഒരു സിനിമയിൽ അഭിനയിച്ചാലും സീരിയലിൽ അഭിനയിച്ചാലും ഒന്നും കിട്ടില്ല. എനിക്ക് നല്ലപോലെ അറിയാം, മുകേഷ് ഏട്ടനും മോഹൻലാലും കൂടെ ഛായാമുഖി എന്ന് പറഞ്ഞൊരു നാടകം അവർ സിനിമയിൽ വളരെ തിരക്കായിട്ട് നിൽക്കുമ്പോൾ നാടകത്തിനോടുള്ള അമിതമായ ഒരു ആഗ്രഹത്താൽ നാടകം ചെയ്യുമ്പോൾ മുകേഷ് ഏട്ടൻ വളരെ ഈസി ആയിട്ട് സ്റ്റേജിനെ കൈകാര്യം ചെയ്യുന്നു. മോഹൻലാൽ ഇത്രയും മികച്ച നടനാണ്, പക്ഷേ രണ്ട് മീഡിയയാണ്. അപ്പോൾ മോഹൻലാൽ എൻ്റെ അമ്മയുടെ പറഞ്ഞു എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഭയക്കാൻ പാടില്ല, കഥാപാത്രമായാൽ മതി, എല്ലാം ഓക്കെ ആവും. അത് അവരുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ്. ഇറ്റ്ഫോക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്കിവിടെ എനിക്ക് സ്വന്തം വീട് പോലത്തെ ഒരു സ്പേസാണ്. ഇവിടെ ഇതിൻ്റെ പുറകിൽ എന്താണ് നടക്കുന്നത്, അതിൻ്റെ രസങ്ങളും ഒത്തിരി ആസ്വദിച്ചിട്ടുള്ള ഒത്തിരി നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഒരു പാനലിസ്റ്റായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകവും പിന്നെ അതിൻ്റെ ഒരു രസവും ഉണ്ടല്ലോ ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ. അപ്പം എന്താ പറയുക, എനിക്കെപ്പോഴും ഇതൊരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം സ്പേസ്. പിന്നെ സാധാരണ നാടകക്കാർ മീൻസ് കേരളത്തിൽ നിന്നും പുറത്തുനിന്നുള്ള നാടകവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സിന് ഒരുമിച്ചൊരു സ്പേസിൽ കാണാൻ പറ്റുക, അതൊക്കെ തന്നെ വലിയ സന്തോഷം. നാടകത്തിൽ അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ ഇനി നാടകം അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അതുണ്ട്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ റിഹേഴ്സലിന് കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. അപ്പം നമ്മൾ നാടകം ചെയ്യുവാണെങ്കിൽ റിഹേഴ്സലിന് എന്തായാലും നിൽക്കണം. പിന്നെ ചിലപ്പോൾ പെട്ടെന്നൊക്കെ ആയിരിക്കും ഷൂട്ടിന് വിളിക്കുക. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ഈ നാടകക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ സമയം സന്ദർഭം ഒത്തു വരുമ്പോൾ എന്തായാലും ചെയ്യും. നാടകത്തിന് ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിലെ ഈ ഒരു നമ്മുടെ സമകാലീന പ്രസക്തി നാടകത്തിന് കുറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് എല്ലാ കാലത്തും പ്രസക്തി കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നാടകത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സിനിമ ആദ്യമായിട്ട് സംഭവിച്ച സമയത്തും ഒക്കെ അങ്ങനത്തെ ഒരു ചർച്ച എത്രയോ വർഷം, ഒരു 50-60 വർഷങ്ങൾക്ക് മുന്നേ ഇത് നാടകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാടകത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അത് ആൾക്കാർ പുതിയ പുതിയ രീതികൾ കണ്ടെത്തി നാടകത്തിനെ കൂടുതൽ റിലവൻ്റ് ആകാൻ പല സ്റ്റൈൽസും അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ നാടകം അങ്ങനെ നശിച്ചു പോകുന്ന ഒരു കലാരൂപമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മെയിൻ സിറ്റീസ് അല്ലാതെ ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ, കോഴിക്കോട് അങ്ങനെയൊക്കെ നോക്കുമ്പം, അല്ലെങ്കിൽ കൊല്ലം, ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് നാടകങ്ങൾ എപ്പോഴും നടക്കുന്ന സ്ഥലങ്ങളാണ്. എനിക്കൊന്ന് ഏറ്റവും കുറവ് കൊച്ചിയിലാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു യുവതലമുറയ്ക്ക് നാടകം കണ്ട് ശീലമില്ലാത്തൊരു തലമുറ ഉണ്ടായിട്ടുള്ളത് ഒരു എറണാകുളം ആ സ്പേസിലാണ്. എന്നാലും അവിടെയും കൊച്ചിയുടെ പ്രദേശങ്ങളിൽ കുറേ നാടകങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് പുതിയ തലമുറയെ ഈ ഒരു ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. സിനിമാ താരം പൂജ മോഹൻരാജാണ് നമ്മളുമായി ഇത്രയും സമയം സംസാരിച്ചത്. നമുക്ക് ഇറ്റ്ഫോക്കിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.
ഇറ്റ്ഫോക്കിൻ്റെ നാടകം തിരഞ്ഞെടുക്കുന്ന ജൂറിയിലുള്ള ഒരു മെമ്പറാണ് മല്ലികയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ചോദിച്ചു നോക്കാം. It's 15th edition of ITFOK. It's a very big year for the festival. For a festival to go on for 15 years is a very big feat, and congratulations to the Academy and to the festival team to have achieved it. It's a smaller festival, as we know that it struggled to find its feet and get here, but here we are. It's a great lineup, lots and lots of women directors, which is a very, very great thing. You see a lot of experiment with form, a lot of pushing in story, a lot of resistance that you see in the theatre. And I'm very, very happy that this is the curation that has happened this year. And audiences are thronging to the theatres as they do at ITFOK. And here's hoping that there's 15, 20, 30, 50 years more of ITFOK to come, and many, many more ITFOKs that happen all over Kerala, all over the country, all over the world. And which is your native place? I come from Delhi. Delhi. Yeah. ഇന്നത്തെ ഇറ്റ്ഫോക്കിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റ് വിശേഷങ്ങളുമായി നാളെ കാണാം.